CPIM സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറയുന്നു, പോലീസുകാരൻ ആരെ കാണുന്നതിലും എവിടെ പോകുന്നതിലും പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്ന്. ശരിയാണ്, പോലീസുകാരൻ പാർട്ടിക്കാരനല്ലല്ലോ. പക്ഷേ LDF അല്ലേ സർക്കാർ ഉണ്ടാക്കിയത്? LDF കൺവീനർ പറയുന്നു, പോലീസുകാരൻ ആരെയോ കണ്ട് എന്ന് പറഞ്ഞ് ആരും മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടണ്ട എന്ന്. ആകപ്പാടെ ഒരു കുഴമാന്തരം പോലെ. അല്ല, LDF തന്നെ അല്ലേ സർക്കാർ ഉണ്ടാക്കിയത്? CPIM LDFിലുള്ളതല്ലേ? അല്ലെങ്കിൽ CPIM അല്ലേ LDFന് നേതൃത്വം കൊടുക്കുന്നത്? LDF ഉണ്ടാക്കിയ സർക്കാരിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് പോലീസുകാരൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ പോലീസുകാരൻ പോയി കണ്ടത് ആരെയോ അല്ല, RSSൻ്റെ തലവനെയാണ്. ഇന്ത്യയിൽ RSSനെ എതിർക്കുന്നതിൽ ഏറ്റവും മുമ്പിൽ ഞങ്ങളാണെന്ന് ഞെളിഞ്ഞു നടക്കുന്ന CPIMകാരന് ഇതൊന്നും മനസ്സിലാവുന്നില്ലേ? അതല്ല, പാർട്ടി ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല ഇപ്പോൾ. CPIക്കാർ അതൃപ്തരാണെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദൻ മാഷ് തിരിച്ചു വയ്ക്കുന്നു, ഞാൻ തൃപ്തനാണോ എന്ന്. അപ്പോൾ ശരിക്കും ഈ തിരുപ്പതിക്കാരിപ്പോൾ ആരാണ് സഖാക്കളെ? RSSകാർ തന്നെ അല്ലേ? ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ പാർട്ടിയെ സ്നേഹിച്ചോളൂ, പാർട്ടിക്ക് വേണ്ടി ജീവിച്ചോളൂ. പക്ഷേ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ചെയ്യുന്ന സകല തോന്നിവാസങ്ങളുടെയും ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കരുത്. നേതൃസ്ഥാനത്തിരിക്കുന്നത് ഇനി ഏത് കൊമ്പത്തെ പിണറായി ആണെങ്കിലും അയാളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അയാളുടെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. അയാൾ ഒറ്റുകൊടുക്കുന്നത് ഈ നാടിനെ തന്നെയാണ്. സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും കൊല്ലലും കൊല്ലിക്കലുമൊക്കെ സ്വയം തൊഴിലായി സ്വീകരിച്ച ഒരു കൊടും ക്രിമിനലിനെ തലപ്പത്ത് വെച്ച് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യനെ തിരുത്താൻ നിങ്ങളല്ലെങ്കിൽ പിന്നെ ആരാണ് സഖാക്കളെ? ഇക്കാര്യങ്ങളൊന്നും വിളിച്ചു പറയുന്നത് പുറത്തുനിന്ന് ആരുമല്ലല്ലോ. നിങ്ങൾ വോട്ട് തെണ്ടി നിങ്ങൾ ജയിപ്പിച്ച നിങ്ങളുടെ MLA, CPIM പിന്തുണ കൊടുക്കുന്ന ജനപ്രതിനിധി, അയാൾക്കിതിനുള്ള തെളിവൊന്നും കിട്ടിയത് നിലമ്പൂർ കാട്ടുന്നല്ലോ, തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണല്ലോ. നമ്മുടെ ക്യൂബ മുകുന്ദൻ നിസ്സഹായനായി പോയത് മറ്റൊരു നാട്ടിൽ വേറൊരു നാട്ടുകാരൻ്റെ മുമ്പിലാണെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട CPIMകാരെ, നിങ്ങൾക്ക് മുണ്ടാട്ടം മുട്ടിപ്പോകുന്നത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നേതാക്കൾക്ക് മുന്നിൽ തന്നെയാണ് എന്നത് ഒരു പ്രശ്നം തന്നെയല്ലേ? എത്ര സർക്കാർ ബസ്സുകൾ ചുട്ടരിച്ചിട്ടുണ്ട്, എത്ര പോലീസ് ജീപ്പുകൾ ചുട്ടരിച്ചിട്ടുണ്ട്, എത്ര സർക്കാർ സ്ഥാപനങ്ങൾ എറിഞ്ഞുടച്ചിട്ടുണ്ട്, എത്ര ചോരച്ചാലുകൾ നീന്തിക്കടന്നിട്ടുണ്ട്, എത്ര ജീവനുകൾ തെരുവിലും റോട്ടിലും ഇരുളിൻ്റെ മറവിലും എറിഞ്ഞുടച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയായിരുന്നു? ഒറ്റ ഒരുത്തന് വേണ്ടിയോ? ഒറ്റ ഒരുത്തൻ്റെ കുടുംബത്തിന് വേണ്ടിയോ? ഒറ്റ ഒരുത്തൻ്റെ മകൾക്ക് വേണ്ടിയോ? ഒറ്റ ഒരുത്തൻ്റെ തെറ്റുകൾ മറച്ചു പിടിക്കാൻ വേണ്ടിയോ? അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കഷ്ടം എന്നല്ലാതെ വേറെന്ത് പറയാനാ?